നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പിന് പോവാണ്. മാത്തുക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു വീക്കെൻഡിൽ. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് അവന് ലീവുള്ള ദിവസമായതുകൊണ്ട് ഇങ്ങ് പോകുന്നു. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ഏകദേശം 55 മൈലോളം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. 1.5 മണിക്കൂറാണ് യാത്രയ്ക്ക് കാണിക്കുന്നത്. ഹൗസ് വാലി വയഡക്ട് എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. 1.5 മണിക്കൂറാണ് പോർട്സ്മൗത്തിൽ നിന്ന് നമുക്ക് യാത്ര ചെയ്യാൻ കാണിക്കുന്നത്. നമ്മൾ അതായത് പഴയ ഒരു ബ്രിട്ടീഷുകാർ പണിത സാധനങ്ങൾ ഇവിടെ ഉള്ളൂ. നമ്മൾ നാട്ടിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ ഇതെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു പണിത പാലം, അതിൻ്റെ അവിടെ നമുക്ക് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കാം. പിന്നെ നമുക്ക് ഡ്രോണൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു അടിപൊളി സ്ഥലമാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് അവിടെയുള്ള സ്ഥലത്തെക്കുറിച്ച് ഇപ്പം പറയാൻ വേണ്ടി പറ്റുന്നത്. ഇനി അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ് കാണുന്നത് എന്നുള്ളത്. രാവിലെ പടയപ്പന്മാരൊക്കെ നമുക്ക് വട്ടം വെച്ച് തുടങ്ങി. ഒരുത്തൻ അങ്ങോട്ട് പോകേണ്ടവർ ഇങ്ങോട്ട് വന്ന് തുടങ്ങി. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഇന്ന് എമ്മാരുടെയൊക്കെ അറാമ്പറപ്പുള്ള ദിവസമായിരിക്കും റോഡിൽ. അപ്പോൾ നമ്മൾ 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് എന്താണ് അവിടെ കാണാനുള്ളതെന്ന് നോക്കാം. മനോഹരമായ ദൃശ്യങ്ങൾ വല്ലതും വഴിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ട്രാഫിക്കേ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഹൗസ് വാലി വയഡക്ട് എന്നാണ് സ്ഥലത്തിന്റെ പേര് കേട്ടോ. മാത്തോണ്ട് കൂടെ മാത്തം ഫുള്ളോണാണ്. മാതാപിതാക്കളെ മാപ്പെന്നുള്ള പാട്ടൊക്കെ വെച്ചോളുക. വൈബിലാണ് പോകുന്നത്. ഇനി നമ്മള് പിന്നെ അത് കഴിഞ്ഞിട്ട് മാതാപിതാക്കളെ മാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ പച്ച ഇറച്ചിയിൽ മണ്ണ് വീണിട്ടുണ്ടെങ്കിൽ തുന്നിക്കൂട്ടാൻ പറ്റൂല, കൊച്ചിക്കായലും അതാ പാട്ടൊക്കെ കേട്ട് നൈസായിട്ട് ഒരു പൊളപ്പൻ വൈബ് ഡ്രൈവ്. നമ്മള് ചിച്ചസ്റ്ററിന്റെ വീതികളിൽ കൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. നമ്മുടെ പോർട്സ്മൗത്തിന് തൊട്ടടുത്തുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ചിച്ചസ്റ്റർ എന്ന് പറഞ്ഞത്. ചുറ്റും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട വീതികൾ, അതാണ് ചിച്ചസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത. നല്ലൊരു ശാന്തസുന്ദരമായ ഒരു ടൗൺ. ആ വഴിയാണ് നമ്മൾ പോകുന്നത്. കണ്ടു നോക്ക്. ആഹാ, എന്താ അന്തല്ലേ. ആർക്കും അർമാദം, ആർക്കും സന്തോഷം, പ്രകമ്പനം. ഇപ്പൊ ആഘോഷ പ്രകമ്പനം ഇപ്പൊ വഴി തെറ്റി അങ്ങോട്ട് പോയാലേ. പുളി വൈബാകട്ടെ. ഇവിടെ ഇടത്തുനിന്ന് വരുന്നവരെല്ലാം ശുംഭന്മാരാട്ടോ. അവര് നോക്കി നിൽക്കുക മാത്രമേ ഉള്ളൂ. കണ്ടോ, നല്ല. ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മിക്കവാറും എനിക്ക് പോർട്സ്മൗത്തിൽ നിന്ന് ആമസോണിന്റെ മോറിസൺ ഡെലിവറി വരുന്ന ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ ഇഷ്ടമായി. ഈ സ്ഥലങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അടിപൊളി. അധികം ഡെലിവറീസ് ഉണ്ടാവില്ല നമുക്ക്, ഓട്ടം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട്. നമ്മളങ്ങോട്ട് പോകുന്ന വഴിയുണ്ടല്ലോ, ഒരു വശ്യതയാർന്ന ഒരു മനോഹരമായ പച്ചപ്പുള്ള ഒരു സ്ഥലം കേട്ടോ. എന്നാല് ഇതൊക്കെ ശരിക്കും ഈ ഡ്രൈവാണ് നമ്മുടെ യാത്രയിൽ ഏറ്റവും നമുക്ക് എന്താ പറയുക, ഭയങ്കര അനുഭവമാണ് നമുക്ക്. ഈ ഇങ്ങനെയുള്ള ഒരു യാത്ര ഭയങ്കര ഓർമ്മയാണ്. അതായത് ഇതുപോലെ ഒരു പച്ചപ്പ് കണ്ട്, അതായത് നാടിന്റെ സെയിം ഒരു പ്രതീതിയാണ് നമ്മൾ ഈ വഴി കൂടെ. ഒരു രക്ഷയില്ല. ഇത് മുഴുവൻ എല്ലാ കട്ട സായിപ്പന്മാരും എല്ലാ ഭ്രാന്തന്മാരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സത്യം, എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലുള്ള ആൾക്കാരൊക്കെ സൈഡിൽ നിർത്തിയേക്കുക. നിർത്തിയിട്ട് അവിടെ നിന്നിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്തു. കാടും വള്ളയൊക്കെ ആയിട്ട് വൺ സെറ്റപ്പ്. നമ്മള് കാട്ടിൽ നിന്ന് വന്നവരായതുകൊണ്ട് നമുക്ക് ഈ കാട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സത്യം, പൊളി കേട്ടോ, അടിപൊളി. ഒരു ചെറിയൊരു ഗ്രാമം, അതിൻ്റെ അത് കുറച്ച് വീടുകളൊക്കെ ആയിട്ട് ഇതൊരു പക്ക ഇങ്ങനെയാണ് ഇവിടുത്തെ അധികം സ്ഥലങ്ങളും. അതായത് ഒരു കൺട്രി സൈഡിലുള്ള വീടുകൾ എല്ലാം ഇതുണ്ട്. ഇത് റോട്ടിലാണ് ഒരു പെര ഇരിക്കുന്നത്. നല്ല രസം കേട്ടോ. അതായത് ഈ പച്ചപ്പും ഹരിതാപരവും പ്രകൃതിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുള്ളൂ. അല്ലാണ്ട് പിന്നെ കുറച്ച് മറ്റു പലർക്ക് ചിലപ്പോൾ ടൗൺഷിപ്പൊക്കെ ആയിരിക്കും ഇഷ്ടം. നമ്മൾ കാടിൻ്റെ മക്കളായതുകൊണ്ട് നമുക്ക് ഈ കാട്ടുവഴിയും മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി. ഇതുകൊണ്ട് ഇവിടെ അങ്ങോട്ടുള്ള പാലത്തേലൊക്കെ ഇറങ്ങി എൻ്റെ മോനെ. ഇവിടുന്ന് സൈഡിൽ ആലപ്പുഴയൊക്കെ വന്നൊരു ഫീലില്ലേ. വയലാട്ടോ നമ്മളെ സംബന്ധിച്ച്. UK വയലുകളാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ശരിക്കും ഒരു പക്ക ഗ്രാമപ്രദേശത്തിലെ നാട്ടുമ്പുറത്തെ വഴികൾ പോലെയാണ് നമ്മൾ ഇതുവരെ സഞ്ചരിച്ച് വന്ന മൊത്തം റൂട്ടും. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഇതുപോലുള്ളൊരു റൂട്ട് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ റൂട്ട് നിങ്ങളെ കൂടുതലായിട്ട് കാണിക്കുന്നത്. ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ
ഇതുപോലുള്ള വഴികളിൽ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഞാൻ ബേസ് ഇട്ടിട്ടാണ് യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. തന്നെ നല്ല രസമുള്ള വഴിയാന്ന് നോക്കി. ഇങ്ങനത്തെ വഴികളാണ് നമുക്ക് കുറേ കിലോമീറ്ററുകളായി കേട്ടോ നമുക്ക് ഈ കൂട്ട് വഴി കിട്ടാൻ തുടങ്ങിയിട്ട്. ഏകദേശം 3 മൈലും കൂടെയാണ് നമുക്ക് കാണിക്കുന്നത്. അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഗ്രാമത്തിലോട്ട് നമ്മൾ കയറി. അങ്ങനെ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഡ്രോൺസ് പറത്താൻ വേണ്ടി പറ്റുക എന്നുള്ള സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. മൂഞ്ചി പറത്താൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സ്ഥലത്താട്ടോ നമുക്ക് പാർക്കിംഗ് കിട്ടുന്നത്. ഇപ്പം മഴയാണ്. അപ്പം ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടാണ് അകത്തോട്ടേക്ക് കയറി പോകേണ്ടത്. ഇത് ആ കാണുന്ന വ്യൂവിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഈ ഒരു കാണുന്ന സാധനം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ 1.5 മണിക്കൂർ യാത്ര ചെയ്തെത്തിയത്. അതുപോലെ ഡ്രോണൊക്കെ നമുക്ക് പറത്താനുള്ള നമ്മുടെ ആഗ്രഹം പൂവണിഞ്ഞിരിക്കുകയാണ്. ഡ്രോണ് പറത്താൻ പറ്റത്തില്ല ഇവിടെ. നമ്മൾ ഈ ഹൗസ് വാലി ബൈഡിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഇതൊരു ഫീൽഡാണ്. ഈ ഫീൽഡിൻ്റെ ഇവിടുന്ന് ഇതുണ്ട്. ഇതൊരു പാലമാണ് ഇങ്ങനെ കാണുന്നത്. ഇവിടുന്ന് ഈ പാലത്തെ കൂടെ ട്രെയിൻ പോകുന്ന കാഴ്ചകൾ, പിന്നെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വോക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പം നമ്മൾക്ക് കാണാൻ വേണ്ടി കിട്ടുന്നത്. ജസ്റ്റ് ഒരു എന്താ പറയണ്ടേ, നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം. അതിൽ കൂടുതലൊന്നും ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാനില്ല. വലിയ ഹൈപ്പൊന്നും കൊടുക്കാനുള്ളതൊന്നുമില്ല. പിന്നെ നമുക്ക് വന്നു കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് ഇത് അവിടെ നിന്നൊരു ചെറിയ ഡിസ്റ്റൻസേ നടക്കാൻ വേണ്ടിയുള്ളൂ. നടന്ന് നമുക്ക് ഇവിടെ വന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവുക. നമ്മുടെ ഒരു ഓർമ്മ, അത്രേ ഉള്ളൂ. അപ്പോൾ എത്ര റേറ്റ് കൊടുക്കുമായിരിക്കും? ഒരു 5-10 എത്ര കൊടുക്കും? ഇതങ്ങനെ ഒരു ഞാനിതിനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല. നമ്മൾ പക്ഷേ ഇവിടെ വരെ വന്നതുകൊണ്ട് മാത്രം നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് അത്ര ഹൈപ്പ് കൊടുക്കാവുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നല്ല ആദ്യം പറഞ്ഞ ഒരു സംഭവം തന്നെ ഭയങ്കര ഭംഗിയുള്ള, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഫോട്ടോഗ്രാഫ്സ് കിട്ടും കേട്ടോ. ഫോട്ടോഗ്രാഫി അറിയാവുന്നവർ വന്നാൽ നമ്മളൊക്കെ എടുത്ത് എവിടെ നിന്നിട്ടും ഫോട്ടോഗ്രാഫി കിട്ടാൻ പോകുന്നില്ല. നല്ല ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കിണ്ണം ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റിയൊരു സൂപ്പർ സ്ഥലമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.